പലരും മാറാൻ തയ്യാറാവുന്നത് ജീവിതം അവരെ പിടിച്ച് കുലുക്കിയതിന് ശേഷമാണ്. അത് നമ്മളിപ്പോൾ ഒരുപാട് ഉപദേശങ്ങൾ കേൾക്കുന്നുണ്ട്, പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, മോട്ടിവേഷണൽ വീഡിയോ കാണുന്നുണ്ട്. നാളെ മുതൽ മാറണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. പക്ഷേ എപ്പോഴും പഴയ ജീവിതത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകും. എന്നാൽ ജീവിതത്തിൽ വലിയൊരു മനസ്സ് തകർക്കുന്ന ഒരു കാര്യം വന്നാലോ, ഒരു രോഗം വന്നാലോ, നമ്മളെ പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ടാലോ, പെട്ടെന്ന് ജീവിതത്തെ കാണുന്ന കണ്ണ് തന്നെ മാറും അല്ലേ? എന്തുകൊണ്ടാണത്? കാരണം ഇതുവരെ നമ്മുടെ ഉള്ളിലൊരു മിഥ്യാധാരണ ഉണ്ടായിരുന്നു. സമയം ഇനി ഒരുപാടുണ്ട്, ഇതൊക്കെ പിന്നെ ചെയ്യാം, അയാളോടൊക്കെ പിന്നെ സംസാരിക്കാം, ഇനി ടൈം ഉണ്ടല്ലോ, ജീവിതം പിന്നീട് ആസ്വദിക്കാം. പക്ഷേ ഒരു ട്രാജഡി വരുമ്പോഴാണ് നമ്മുടെ ജീവിതം നമ്മുടെ മുന്നിൽ വന്ന് പറയുമ്പോൾ ആരാ പറഞ്ഞത് സമയം ഒരുപാടുണ്ടെന്ന്? അപ്പോൾ ഇന്നലെ വലിയ അങ്ങനെ ട്രാജഡി വന്നു കഴിഞ്ഞാൽ ഇന്നലെ വരെ വലിയ പ്രശ്നമായി തോന്നിയ പല കാര്യങ്ങളുണ്ട്, അതങ്ങോട്ട് ചെറുതാവും. ആരോടുണ്ടായിരുന്ന വലിയൊരു ദേഷ്യം, ആരോ ഒരാൾ ഒരു കാര്യം പറഞ്ഞു, ചെറിയ കാര്യം പറഞ്ഞത് നമുക്ക് ഉള്ളിൽ കൊണ്ട് അല്ലേ, അങ്ങനത്തെ ഒരു വിഷയം, അല്ലെങ്കിൽ ചെറിയ ഈഗോ പ്രോബ്ലം, ഇതൊന്നും അത്ര പ്രധാനമില്ലെന്ന് അത്ര ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാവും. പകരം ആരാണ് നമ്മൾ ശരിക്കും സ്നേഹിക്കുന്നത്, ആരെയാണ് നമ്മൾ ശരിക്കും സ്നേഹിക്കുന്നത്, നമ്മുടെ ആരോഗ്യം നമുക്ക് എത്ര വിലപ്പെട്ടതാണ്, ഒരു സാധാരണ ദിവസം പോലും എത്ര വലിയ അനുഗ്രഹമാണ്, ഇതെല്ലാം നമ്മൾ കാണാൻ തുടങ്ങും. ഇതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ ഹേർട്ട് ബ്രേക്കോ സഫറിങ്ങോ ഒക്കെ നല്ലതാണെന്നുള്ളതല്ല. വേദന തേടിപ്പോയി വേദന ഉണ്ടായാൽ മാത്രമേ നമ്മൾ നന്നാവുള്ളൂ എന്നുമല്ല. പക്ഷേ വേദനയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. ചിലപ്പോൾ ജീവിതം വർഷങ്ങളായി പഠിപ്പിക്കാൻ ശ്രമിച്ച ഒരു പാഠം അത് നിമിഷങ്ങൾ കൊണ്ട് നമ്മൾ പഠിപ്പിക്കും. ഒരു വലിയൊരു യുദ്ധമോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സമാധാനത്തിൻ്റെ വില നമുക്ക് മനസ്സിലാവുന്നത്. രോഗം വന്നതിന് ശേഷമാണ് ആരോഗ്യത്തിൻ്റെ വില നമുക്ക് മനസ്സിലാവുന്നത്. പലരും നഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ അവരുടെ സാന്നിധ്യത്തിൻ്റെ വില മനസ്സിലാക്കുന്നത്. എന്നാൽ എന്തിനാണ് നമ്മളൊരു ട്രാജഡി വരുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കുന്നത്? ഇപ്പം തന്നെ നമ്മളൊന്ന് ചുറ്റും നോക്കിയാൽ നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതുപോലെ നമ്മുടെ ശരീരം അതിപ്പോഴും നമ്മളെ കൊണ്ടു നടക്കുന്നുണ്ട്, ആരോഗ്യത്തോടെ കൊണ്ടു നടക്കുന്നുണ്ട്. ഈ ഒരു ദിവസം മുഴുവനും നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ ജീവിതങ്ങൾ മാറ്റിക്കളയുക എന്നുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു നല്ല കാര്യം ഉണ്ടാവും. ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കും അത്, അല്ലെങ്കിൽ നമുക്കുള്ള ആരോഗ്യമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബമാവും, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ നിമിഷം തന്നെയാവും. അതിന് മനസ്സിൽ നമ്മളൊരു നന്ദി പറയാം. കാരണം ജീവിതത്തിൻ്റെ വില മനസ്സിലാക്കാനേ, ജീവിതം നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊണ്ടുപോകണ വരെ നമ്മൾ കാത്തുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നന്ദി പറയാൻ വേണ്ടി വൈകിക്കുന്ന ഒരാൾ ചിലപ്പോൾ മനസ്സിൽ വരുന്നുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ നമ്മളെ വളരെ താല്പര്യത്തോടു കൂടി കാണുന്ന ഒരാളെ നമ്മൾ നിന്ദിക്കുന്നുണ്ട്. ആ ആൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ പേര് ഇവിടെ കമൻസിൽ എഴുതൊന്നും വേണ്ട, ഒരു ലവ് ചിഹ്നം ഇടും. ഇത് അവർക്കുള്ള ഒരു കമൻ്റ് അല്ല, അവർ കാണാൻ വേണ്ടിയിട്ടല്ല. ഇത് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, അതിന് ദൈവത്തോടോ പ്രകൃതിയോടോ ജീവിതത്തോടോ ഉള്ളൊരു നന്ദി ആയിക്കോട്ടെ. നമ്മൾ ആ നന്ദി ഇവിടെ നമ്മളെ കമൻസിലൊന്ന് സൂചിപ്പിച്ചാലോ. ഞാനെപ്പോഴും ശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഐ എം ബ്രീത്തിങ്, അതിനുള്ളൊരു നന്ദി, ഒരു ലവ് ചിഹ്നം ഇട്ടിട്ട് നമ്മൾ ജീവിതത്തോടുള്ള നന്ദി ഒന്ന് അറിയിച്ചാലോ.